മഞ്ഞ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇത് കണ്ടോ, ഒരു സ്പെഷ്യൽ കേക്ക്. 2 കേക്ക് ഒരൊറ്റ പ്രാവശ്യം ഈ 2 മോൾഡിലാണ് ഇതുണ്ടാക്കിയത്. ഇതിൻ്റെ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ശർക്കരയും ചുക്കുപൊടിയും ചേർത്താണ് ഉണ്ടാക്കിയത്. പഞ്ചസാരയേ ഇല്ല. അതുകൊണ്ട് ഡയബറ്റിക്കാർക്ക് പോലും കഴിക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. കണ്ടോ, ഈ കപ്പ് ഇതാണ് അളവ് കപ്പ്. ഈ കപ്പിന് 1/2 കപ്പ് നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനി, ചെളിയൊക്കെ കളഞ്ഞ് അരിച്ചെടുത്തിരിക്കുന്നതാണ്. അതിലോട്ട് ചേർക്കാൻ ഈ പാത്രത്തിന് 1/2 പാത്രം അല്ലെങ്കിൽ 3/4 പാത്രം തൈര്, പുളിയില്ലാത്ത നല്ല തൈര്. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സിയിലോ അതല്ലെങ്കിൽ കൈകൊണ്ടോ അടിച്ച് മിക്സ് ചെയ്യുക. കേക്കിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് കണ്ടോ, ഇതാണല്ലോ അളവ് കപ്പ്. ഇതിന് 1 കപ്പ് മൈദ. ഇതിലോട്ട് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നീട് ഒരു പിഞ്ച് വളരെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. പിന്നീട് ഇതിലോട്ട് അടിച്ചു ചേർക്കാൻ ഈ 2 സ്പൂൺ ഇതാണ് വളരെ സ്പെഷ്യൽ ചുക്കുപൊടി. ഇത് ശർക്കര ചേർത്തുണ്ടാക്കുന്ന എല്ലാ കേക്കിനും എത്രയും കൂടുതൽ ചുക്കുപൊടി ചേർക്കാവോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഈ പാത്രം ഇതൊരു സ്പെഷ്യൽ പാത്രം. ഇത് എൻ്റെ ഫാദർ, എനിക്കിപ്പം എബവ് 70 അപ്പോൾ എൻ്റെ ഫാദർ ഒരു 40 വയസ്സുള്ള കാലത്ത് സൺഡേ സ്കൂളിൽ നല്ല ഹെഡ് മാസ്റ്ററിന് സമ്മാനം വാങ്ങിച്ച ഈ പാത്രം ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് നേരത്തെ തന്നെ നന്നായിട്ട് ഇളക്കി വെക്കണം. അതിനുശേഷം ഈ അരിപ്പയിലൂടെ അരിച്ച് വേണം നമ്മൾ ഈ മിശ്രിതത്തിലോട്ട് ഇത് ചേർക്കാനായിട്ട്. ഇതിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അടുത്ത ഐറ്റം. ഇത് ഇതിനകത്തോട്ട് ചേർക്കണം. പിന്നീട് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. അതിനുശേഷം ഈ കപ്പിന് 1/2 കപ്പ് ഇത്രയും ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യും ചേർക്കാം. പിന്നീട് ഈ മിശ്രിതം സ്വല്പം തിക്കായിരിക്കും, അപ്പോൾ ചേർക്കേണ്ടതാണ് ഈ പാല്. അതിൻ്റെ തിക്നെസ് അനുസരിച്ച് ഇത് മുഴുവനോ അല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയോ ചേർക്കാം. നിങ്ങളത് ചേർത്ത് വരുമ്പോൾ വേണ്ട വിധത്തിൽ ചേർക്കുക. നമ്മുടെ ശർക്കരപ്പാനിയിലേക്ക് തൈര്, അധികം പുളിയില്ലാത്ത ഇത്രയും തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നന്നായിട്ട് അടിച്ച് ചേർക്കണം. മിക്സിയിൽ വേണമെങ്കിലും അടിക്കാം. 1 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 2 ടീസ്പൂൺ ഇഞ്ചിപ്പൊടി അല്ലെങ്കിൽ ചുക്കുപൊടി ചേർത്ത് ഇടഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് ഇനി ഈ മിശ്രിതത്തിലോട്ട് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ മിശ്രിതത്തിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. അത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 50 മില്ലി ഇത്രയും ഓയിൽ ചേർക്കണം. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. ശർക്കരപ്പാനിയിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ കുറച്ച് മൈദ കൂടി ചേർത്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. മിശ്രിതം നല്ല കട്ടിയായതുകൊണ്ട് സ്വല്പം പാല് ചേർത്ത് വീണ്ടും അത് ഫോൾഡ് ചെയ്തെടുക്കണം. മിശ്രിതത്തിൻ്റെ മിക്സിങ് കംപ്ലീറ്റായി. കണ്ടോ, ഇതുപോലെ ഇത്രയും തിക്കായിരിക്കണം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവനിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഈ മിശ്രിതം 2 പാത്രത്തിലാക്കി ടാപ്പ് ചെയ്ത് എയർ ബബിളെല്ലാം കളഞ്ഞ് പ്രീഹീറ്റഡ് ആയി കിടക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് വെക്കുന്നു. ഇത് 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്യാനായിട്ട് അനുവദിക്കണം. 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് കേക്ക് പുറത്തെടുക്കാം. 40 മിനിറ്റായി. ഗ്യാസ് ഓഫ് ചെയ്ത് കേക്ക് വെന്തോന്നൊന്ന്
നല്ല പാകത്തിനുണ്ട്, ഒട്ടും ഇതിൽ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇതും വെന്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് കേക്ക് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. ഇതാ ഇറക്കി കഴിഞ്ഞു. അത്രയും മാവ് കൊണ്ട് 2 പാത്രത്തിൽ 2 ഷേപ്പിൽ 2 കേക്ക് കിട്ടിയിരിക്കുന്നു. കേക്ക് ഡീമോൾഡ് ചെയ്ത് അത് ട്രെയിൽ വെച്ചിരിക്കുന്നു. നല്ല കേക്കല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്.